വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം ശ്രദ്ധയോടുകൂടി നയിക്കപ്പെടേണ്ട ഒന്നാണ്. അശ്രദ്ധയോടുകൂടിയ ജീവിതം ആത്മീക തകർച്ചയ്ക്ക് കാരണമാകും. നാം ജീവിക്കുന്നത് പാപവും ദുഷ്ടതയും നിറഞ്ഞ ഒരു ലോകത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയവും അവസരങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കണം. നഷ്ടപ്പെടുത്തുന്ന സമയം തിരിച്ചെടുക്കാവുന്നതല്ല. അവസരങ്ങൾ പാഴാക്കുന്നത് ഭോഷത്വമാണ്. സമയത്തിൻ്റെ വില മനസ്സിലാക്കി കർത്താവിനെ സേവിക്കുന്നവരാകണം. ദൈവഹിതം അനുസരിക്കുമ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതം വിജയകരമാകൂ. ദൈവഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ്. ദൈവഹിതം അനുസരിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. അതോടൊപ്പം നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്തൊക്കെയാണ്? ദൈവത്തെ അയച്ചവനിൽ വിശ്വസിക്കണം. യോഹന്നാൻ 6:28-29 വാക്യങ്ങൾ. ദൈവത്തെ ആരാധിക്കണം. റോമർ 12:1-2 വാക്യങ്ങൾ. വിശുദ്ധ ജീവിതം നയിക്കണം. 1 തെസ്സലോനിക്കർ 4:3 വാക്യം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. 1 തിമോഥെയോസ് 2:4 വാക്യം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. 1 തെസ്സലോനിക്കർ 5:18. ഭൂലോകത്തിൽ നിന്ന് കൃതജ്ഞതാസ്വരം കേൾക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എഫേസ്യർ 5:20 പൗലോസ് പറയുന്നത്, നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യണം എന്ന എഫേസ്യർ 5:20. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എഫേസ്യർ 1:3. നന്ദിയും സ്തോത്രവും താഴ്മയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ ഉയരുകയുള്ളൂ. നന്ദിയില്ലാത്ത ജീവിതം നരകതുല്യമാണ്. സങ്കീർത്തനം 107, 8, 15, 21, 31 വാക്യങ്ങളിൽ പറയുന്നത്, യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ലൂക്കോസ് 17:11 മുതലുള്ള വാക്യങ്ങളിൽ 10 കുഷ്ഠരോഗികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. സൗഖ്യം ലഭിച്ച 10 പേരിൽ ഒരു അന്യജാതിക്കാരൻ മടങ്ങി വന്ന് കർത്താവിന് നന്ദി പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ 10 പേരായിരുന്നല്ലോ, ബാക്കി 9 പേർ എവിടെ? ഈ ചോദ്യത്തിൽ നിന്നും കർത്താവ് നന്ദി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. മറിയയുടെ നന്ദിയുള്ള ഹൃദയം കർത്താവിനെ ആരാധിക്കുന്നതിന് അവളെ നിർബന്ധിച്ചു. ബെഥാനിയിലെ ഭവനത്തിൽ വന്ന കർത്താവിൻ്റെ കാലിൽ അവൾ വിലയേറിയ തൈലം പൂശി. തൽഫലമായി ആ ഭവനം സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. യോഹന്നാൻ 12:1-3 വരെ. പൗലോസ് കാരാഗ്രഹത്തിലും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഫിലിപ്പിയർ 1:3-6 വരെ. ഇവരെ പോലെ നാമും നന്ദി പറയേണ്ടുന്നവരാ. എല്ലാറ്റിനും നന്ദി പറയണം. ലഭിച്ച നന്മകൾക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തിന്മകൾക്കും നന്ദി പറയണം. ഇന്നുവരെയും നമ്മെ നടത്തിയ ദൈവത്തിന്, ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന്, കഷ്ടകാലത്ത് കൂടെയിരുന്ന് ധൈര്യപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. അതെ, അവൻ നമ്മെ ഒരു നാളും കൈവിടില്ല, ഒരു നാൾ ഉപേക്ഷിക്കില്ല, ഒരിക്കലും മറക്കുകയില്ല. അവൻ രോഗശൈലിയിൽ കൂടെയിരിക്കുന്നവനാ, ദുഃഖവേളയിൽ ആശ്വസിപ്പിക്കുന്നവനാ. അവൻ എത്രയും നല്ലവനാ. അവനെല്ലാറ്റിനു വേണ്ടിയും എല്ലായ്പ്പോഴും നന്ദി പറയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ നന്ദിയുടെ അടയാളമായി കല്ല് നാട്ടി അതിന് ഒരു പേര് നൽകിയ സംഭവം 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. 7:12 വാക്യം ഇപ്രകാരമാണ്, പിന്നെ ശമൂവേൽ ഒരു കല്ല് എടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബൻ ഏസർ എന്ന് പേരിട്ടു. ഇസ്രായേൽ ജനം മിസ്പയിൽ ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത് അറിഞ്ഞ ഫെലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി വന്നു. ഫെലിസ്ത്യരെ ഭയപ്പെട്ട ഇസ്രായേലിനു വേണ്ടി ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ച് ശമൂവേൽ പ്രാർത്ഥിച്ചു. പടയ്ക്കടുത്ത ഫെലിസ്ത്യരുടെ മേൽ യഹോവ ബലി ഇടിമുഴക്കി.
അവരെ പരിഭ്രമിപ്പിച്ചു. യഹോവ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. ഇസ്രായേൽ മിസ്പയിൽ നിന്നും പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നവരെ സംഹരിച്ചു. ഈ യുദ്ധത്തിൽ ലഭിച്ച വിജയത്തിൻ്റെ നന്ദിയായി ശൗമേൽ മിസ്പയ്ക്കും ഷേനും മധ്യേ കല്ലുനാട്ടി നന്ദി പറഞ്ഞുകൊണ്ട് കല്ലിന് നൽകിയ പേരാ ഏബൻ ഏസർ. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഇന്നുവരെ യഹോവയായ ദൈവം നമ്മയും കാത്തുപരിപാലിച്ചില്ലേ? സകല ശത്രുക്കളിൽ നമ്മെ വിടുവിച്ചില്ലേ? അതെ, നമുക്കും പറയാം ഏബൻ ഏസർ. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. എന്നാൽ കർത്താവിൻ്റെ കരുതൽ ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. എൻ്റെ പിതാക്കന്മാരെയും എന്നെയും ഇന്ന് വരെ നടത്തിയ ദൈവം ഇനിയും എന്നെയും എൻ്റെ വരും തലമുറകളെയും നടത്തും. ലഭിച്ച നന്മയ്ക്കായും ഇനിയും ലഭിക്കാനുള്ള നന്മയ്ക്കായും ഒരു ഏബൻ ഏസർ നമുക്കും പണിയാം. കർത്താവേ, ഈ സമയം വരെയും നീ എന്നെ നടത്തി, ഇനിയും എന്നെയും എൻ്റെ തലമുറയെയും നടത്തുവാൻ നീ കൂടെ ഉണ്ടല്ലോ. ഞാനിതാ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ആമേൻ.